നമസ്കാരം. എന്നെ കഴിഞ്ഞൊരു ദിവസം വിദേശ രാജ്യത്ത് സെറ്റിലായിരിക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ചു. അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ അപ്പനും അമ്മയുണ്ട്, ഒറ്റ മകനാണ്. പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രായമായ അപ്പനും അമ്മയും, മേ ബി മോർ ദാൻ 80 ഇയേഴ്സ് എന്ന് കൂട്ടിക്കും. ഈ മകൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അപ്പനും അമ്മയ്ക്കും തൃപ്തിയില്ല. മകൻ ചെയ്യുന്നത് എപ്പോഴും കുറ്റം മാത്രമേ ഉള്ളൂ. മകന് ഗൾഫിൽ ജോലി, വിദേശത്തെ രാജ്യത്തൊരു ജോലിയാണ്, അവിടെയാണ് അവർ മകനും ഫാമിലിയായിട്ടൊക്കെ പോവാണ്. അപ്പോൾ മകൻ്റെ വൈഫാണ് മകനെ അവിടോട്ട് കൊണ്ടുപോയത്. വൈഫാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഈ വീട്ടിലേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, A to Z കാര്യങ്ങളും വീട്ടിലേക്കുള്ള അപ്പനെയും അമ്മയെ നോക്കാനുള്ള സെർവൻസിനെയും അവരുടെ ചിലവും വീട്ടിലെ ചിലവും വണ്ടിയും ഡ്രൈവറിൻ്റെ ആയാലും മെഡിസിൻ ആയാലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നാട്ടിൽ ഇവരെ ഒന്ന് നോക്കി നിൽക്കാനുള്ള ആ ഒരു സെറ്റപ്പില്ല. അതുകൊണ്ട് വെളി ജോലി ചെയ്യുന്നു. ഒരു മകനേ ഉള്ളൂ. പക്ഷേ പ്രോബ്ലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പനും അമ്മയ്ക്കും മകൻ എന്തോ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു തൃപ്തിയോ ഒരു നല്ല വാക്കോ ഇല്ല. ആരോട് വേണമെന്ന് പറഞ്ഞാലും അവർ ഈ മകൻ്റെ കുറ്റം മാത്രമേ പറയത്തുള്ളൂ. എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കഴിഞ്ഞൊരു ദിവസം അവരുടെ വീട്ടിൽ ഈ അപ്പനും അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും പറ്റിയാലെന്ന് കരുതിയിട്ട് ഒരു CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാലോ, CCTVക്കകത്തൊക്കെ നമുക്ക് വോയിസ് കേൾക്കാം. അപ്പോൾ അവിടെ ഒരു 2-3 സ്ത്രീകൾ വന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീകളോട് ഈ അമ്മ പറയുകയാണ്, ഈ മരുമകളെന്ന് പറയുന്ന അവളെ ഞാൻ ശരിക്കും ഫോട്ടോ കാണാതെ കല്യാണം സമ്മതിച്ചാണ്. അല്ലെങ്കിൽ മരുമകളെ പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു, ഞാൻ കെട്ടണ്ടായിരുന്നു, ചെറുക്കൻ്റെ ജീവിതം നശിച്ചു പോയി, വേറൊരു നല്ലൊരു ആലോചന കിട്ടിയേനുമായിരുന്നു എന്ന് പറയുന്നത് ഇവർ വീട്ടിൽ ഇരുന്ന് കേൾക്കുകയാണ്, ഈ മരുമകളും മകനും കൂടെ. എന്നോട് അദ്ദേഹം പറയാണ്, മരുമകൾ ജോലിക്ക് പോകുന്നുണ്ട്, അവളുടെ ജോലിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ടാണ് വീട്ടിലേക്കുള്ളൊരു 70% അല്ല 50% മേളിലുള്ള വരുമാനം മരുമകൾ പോകുന്നതുകൊണ്ടാണ്. ഈ വരുമാനത്തിൽ നിന്നാണ് നാട്ടിലുള്ള അപ്പനെയും അമ്മയും സംരക്ഷിക്കുന്നതും അവരുടെ സഹോദരങ്ങളെ ഇവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ. എന്നിട്ടും എന്തൊക്കെ ചെയ്തിട്ടെന്ന് പറഞ്ഞാലും ഒരു നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം പരാതിയാണ്. ഈ മനുഷ്യന് ഏകദേശം 10-63 വയസ്സിനോളമുണ്ട്. എന്നോട് പറയുന്നത്, സാറേ ഇത്രയും വയസ്സുണ്ടായിട്ട് പോലും എനിക്കൊരു സന്തോഷം എൻ്റെ ലൈഫിലില്ല. കാരണം ഞാൻ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞാലും എൻ്റെ അപ്പനും അമ്മയും തന്നെ അംഗീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരാളല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. മക്കൾ ചിലപ്പം ഗൾഫിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വിദേശത്തൊക്കെ ആയിരിക്കും, അല്ലെ അവർ വേറൊരിടത്ത് സെറ്റിൽഡ് ആയിരിക്കും. നമ്മളെ നോക്കുന്നില്ല, അല്ലെ ഒരു സമയം കഴിയുമ്പോൾ അങ്ങ് വിടണം അവർ അറ്റ്ലീസ്റ്റ് നമ്മളെ തിരിഞ്ഞ് നോക്കുന്നുണ്ടല്ലോ, അല്ലെ നമ്മളെ സഹായിക്കുന്നുണ്ട്, നമുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അപ്പോഴും അവരെ അങ്ങ് കൺട്രോൾ ചെയ്യണം എന്നുള്ള ചിന്താഗതിയുള്ള പേരൻസ് ഉണ്ട്. മക്കളുടെ ഒരു നല്ല സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അവർ പലപ്പോഴും മിണ്ടാതിരിക്കുന്നതെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. പക്ഷേ ഈ സ്വഭാവം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം മകൻ തീരുമാനിക്കുക, ഞാൻ നോക്കുന്നില്ല വെച്ചാൽ എന്തോ ഇത്രയും കുറ്റപ്പെടുത്തിയിട്ടും ആ മകൻ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം.